ഇന്ന് നമ്മൾ ഈ കാണുന്ന പേപ്പർ പൗച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേപ്പർ ഇല്ലെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ശേഷം നമുക്ക് കളർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതിയല്ലോ. എപ്പോഴും ഒരേ പൗച്ച് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ മൂന്നാലെണ്ണം ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാറ്റി മാറ്റി കൊണ്ടുപോകാമല്ലോ. ഞാൻ ഈ തരത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് ബോക്സും പൗച്ചും ഒരെണ്ണം തന്നെ കൊണ്ടുപോകുന്നത് ഒരു വലിയ മടുപ്പുള്ള കാര്യമാണെന്നേ. വീട്ടിൽ പറയാൻ പറ്റുമോ എനിക്ക് ഓരോ ഡേയും ഓരോ പൗച്ചും ബോക്സും വീതം വേണമെന്ന്? ഓടിക്കൂലേ നമ്മളെയൊക്കെ. അതുകൊണ്ടൊരു ചേഞ്ച് വേണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ബോക്സും പൗച്ചുമൊക്കെ അങ്ങ് ഉപേക്ഷിക്കും. എന്നിട്ട് ബാഗിൻ്റെ ചെറിയ ഉറയിൽ ഇട്ടിട്ട് പോവും. കുറച്ച് ദിവസത്തേന് തോന്നും ഇതാണ് എളുപ്പം, മറ്റേത് ഒത്തിരി മെനക്കേടാണ്, എടുക്കണം, തുറക്കണം, വെക്കണം, അടയ്ക്കണം, എന്താ അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇതും മടുക്കും. അപ്പോൾ കളഞ്ഞ ബോക്സും പൗച്ചുമൊക്കെ തപ്പിപ്പോവും. അതവിടെ എങ്ങാണ്ട് കാണുമോ? അല്ലെങ്കിൽ ആവശ്യത്തിന് നോക്കി ഒന്നും കാണലില്ലല്ലോ. ആ ഒരു മൂടേ പോവും. പിന്നെ വലാഞ്ചേല എങ്ങനെയും ഒക്കെ പെന്നും പെൻസിലും ഒക്കെ എടുത്ത് ബാഗിലിട്ടിട്ട് പോവും. എല്ലാം കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുമ്പോൾ ഈ കാണാതായ ബോക്സും പൗച്ചുമൊക്കെ പൊങ്ങി വരും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുറച്ച് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പൗച്ച് പേപ്പർ കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബുക്കിനകത്ത് വെച്ച് സൂക്ഷിക്കുന്നതാവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ വേഗം പന്നലാവയോ ചുളുങ്ങിയോ ഒന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് സൂക്ഷിച്ചോന്നേ. പഴയ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസോ സ്കെച്ചോ എന്തോന്ന് വെച്ചാൽ ഇട്ട് വെച്ചോളി. പൈസ ഇട്ട് വെക്കാനാണ് ഇച്ചിരി നല്ലത്. ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളായതുകൊണ്ട് തന്നെ ഈ ഐഡിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? വീഡിയോയിൽ നോക്കി കറക്റ്റായിട്ട് മടക്കിയാലേ ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പേപ്പറിൻ്റെ സൈസ് പോലെ ഇരിക്കും നിങ്ങളുടെ പേപ്പർ പൗച്ചിൻ്റെ വലിപ്പവും. പിന്നെ ഇച്ചിരി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെവിയും കണ്ണും ബ്ലഷും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ആഡംബരം കാണിക്കണില്ല കേട്ടോ. എന്തിനാ വെറുതെ കൊളാക്കണേന്ന് വെച്ചിട്ട്. ഒന്നാമതേ ഞാൻ എന്ത് ചെയ്താലും കൊളാവലാണ് പതിവ്. അറിഞ്ഞു വെച്ച് എന്തിനാണ് നമ്മൾ ആ പണിക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് ചെറിയ അലങ്കാരപ്പണി മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മുടെ പേപ്പർ പൗച്ച് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.